നമസ്കാരം. ഈ മലപ്പുറം ഭാഗത്ത് ചില പ്രത്യേക പ്രദേശങ്ങളിൽ, ഈ നിലമ്പൂർ അടുപ്പിച്ചാണെന്ന് തോന്നുന്നു, ആ ഭാഗങ്ങളിൽ ഈ ബുക്ക് സ്റ്റാളുകളുണ്ടല്ലോ, ഈ പുസ്തകമൊക്കെ വിൽക്കുന്ന പലതരത്തിലുള്ള ഷോപ്പുകളുണ്ട്. അവിടെ ഈ ഔട്ട് ഓഫ് സ്റ്റോക്ക് ലിസ്റ്റിൽ വന്ന ഒരു പുസ്തകമാണ് ഈ തമിഴ് മലയാളം ഭാഷാ സഹായി. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാര്യം അവിടെ ഒന്നും ഇല്ല, ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നുണ്ട് ഈ സാധനത്തിന്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ചില കുതുകികളായ ചില ആൾക്കാർ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ചില പ്രത്യേക തരത്തിൽപ്പെട്ട ആളുകൾ ഇക്ക പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നമുക്കറിയാം, നീ അങ്ങ് തമിഴ്നാട്ടിലായിരുന്നാലും നീ എൻ മോഹവല്ലി എന്നൊക്കെ പറഞ്ഞിട്ട്, അണ്ണൻ ഉയിർ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ചിലത് പഠിക്കണം. അണ്ണൻ ഉയിറാണ്, വീറാണ് എന്നൊക്കെ പറയുന്ന കുറേ വാക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ പുസ്തകമെല്ലാം വാങ്ങിക്കൊണ്ട് പോകേണ്ടത്. ഏറ്റവും അവസാനം അക്ക ചക്ക എന്ന് പറഞ്ഞെടുത്ത് കളയുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തി. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ തമിഴ് പഠിച്ചിട്ട് എത്രയും വേഗം തമിഴ്നാടുമായി ചേർന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഉള്ള ധാരണ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പറയാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ PV അൻവർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഇത് ഇവിടുന്ന് കുറേ കാലം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നൊക്കെ വിചാരിച്ച് കേരളത്തിലെ സകലമാന CPMകാരെയും ചീത്ത വിളിച്ച് ഒടുവിൽ തീരുമാനിച്ചു നമ്മൾ സഖ്യപർവ്വതം ചാടിക്കടന്നേ പറ്റൂ. ഒടുവിൽ അങ്ങനെ സഖ്യപർവ്വതം ചാടിക്കടന്ന് അങ്ങെത്തി, ചെന്നൈയിലെത്തി. അവിടെ ചെന്ന് നമ്മുടെ സ്റ്റാലിനെ ഒക്കെ പോയി കണ്ടു. DMK ഫുൾ ഫോം എന്ന് വെച്ചാൽ ദ്രാവിഡ മുന്നേറ്റ കഴകം. പക്ഷെ കേരളത്തിലുണ്ടൊരു DMK, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള. അടിപൊളി. അങ്ങനെ ഒരു ഇതാക്കി തീർത്തു എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു DMK ആയിട്ടൊരു സഖ്യത്തിനായി ഇവിടെ നമ്മുടെ അൻവറും കൂട്ടാളികളും കൂടെ നേരെ ചെന്നൈക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് നമ്മുടെ സെന്തിൽ ബാലാജി അറിയാവോ? ED അന്വേഷണമൊക്കെ നടത്തി. ഒടുവിൽ പുള്ളിക്ക് അറ്റാക്കൊക്കെ വന്ന് അങ്ങനെ ബ്ലോക്കൊക്കെ ഉണ്ട് ഹൃദയത്തിൽ എന്നൊക്കെ പറഞ്ഞ ഒരു കക്ഷിയാണ് ഈ സെന്തിൽ ബാലാജി. കുറച്ചു കാലം അദ്ദേഹത്തെ ഈ മന്ത്രി കസേരയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തു. നല്ല കക്ഷിയാണ്, നല്ല പിടിപാടുള്ള പുള്ളിയാണ്. അപ്പോൾ പുള്ളിയായിട്ട് കയറി ചേർന്ന് പുള്ളിയോട് പറഞ്ഞു, ഇതുപോലെ ഇവിടെയൊക്കെ ഉള്ള CPMകാരുമായിട്ടൊക്കെ പിണങ്ങി മുഖ്യമന്ത്രിയെ കയറി ചീത്ത വിളിച്ചു, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കയറി അത് പറഞ്ഞു ഇത് പറഞ്ഞു, പുള്ളിയെ കാട്ടുകള്ളെന്ന് വിളിച്ചു. അങ്ങനെയൊക്കെ ഞാൻ വിളിച്ച് ഭയങ്കര തൻ്റെ ഇടത്തോഴി തിരിച്ചു വന്നൊക്കെ. പിന്നെ അവിടെ ഉള്ളവരെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘപരിവാരവുമായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ കണക്ഷൻ ഉള്ളവരാണ്. നിങ്ങളാകുമ്പം പക്ക സംഘപരിവാരമായിട്ട് യാതൊരു ഇതുമില്ല, വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങ് ചേരാൻ പോവാ. എന്നെ അവിടെ ആണെങ്കിൽ കോൺഗ്രസ്സുകാരടുപ്പിക്കുന്നില്ല, ലീഗുകാരടുപ്പിക്കുന്നില്ല, CPMO പടി അടച്ച് പിണ്ടവും വെച്ചു. പിന്നെ ആകെയുള്ളതെന്ന് പറയാൻ സംഘിക്കൂട്ടങ്ങളാണ്. അങ്ങോട്ടാണെങ്കിൽ പോകാനും വയ്യ. പിന്നെ PDPയിലും SDPയിലും ഒക്കെ പോകാമെന്ന് പറയാൻ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ആയതുകൊണ്ട് അതിനകത്തോട്ടും പോകുന്നില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങളുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. ചെന്ന് കയറി നേരെ സ്റ്റാലിൻ സാറുമായിട്ടൊക്കെ സംസാരിച്ചു. MK സ്റ്റാലിനൊക്കെ പറഞ്ഞു നല്ല കാര്യമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു പണി കിട്ടി. സംഭവം വേറൊന്നുമല്ല, ഈ സ്റ്റാലിനും ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ബന്ധം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ PV അൻവറിനെ കുറിച്ച് ഇവരൊരു അന്വേഷണം നടത്തുമല്ലോ സ്വാഭാവികമായിട്ട്. ഇങ്ങനെ ചാടിക്കയറി വരുന്ന ഒരാളെക്കുറിച്ച് ഈ സ്വന്തം പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ എന്നൊരു ചിന്ത വരുമല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ തോന്നി CPMന് അവർക്ക് പറ്റരുതല്ലോ, DMKക്ക് പറ്റരുതല്ലോ. ഈ ദ്രാവിഡ മുന്നേറ്റ കഴകത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതെ, മുന്നണി ബന്ധമെല്ലാം അവസാനിപ്പിച്ച് അവിടുന്ന് പാർട്ടിക്കിട്ട് പണിയും കൊടുത്തിട്ട് ചാടി വന്നതാണ്, അതുകൊണ്ട് തൽക്കാലം ഇങ്ങോട്ട് കയറ്റണ്ട എന്നായി. നമുക്കറിയാം പുള്ളി ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെന്ന്. മുന്നണി ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ്, ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അതാണ് ഇതാണ്, ഇവിടെ ADGP അയാൾ കള്ളനാന്നുള്ള കാര്യം നമുക്കറിയാം, ADGP പ്രശ്നക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെല്ലാം മുഖ്യമന്ത്രി വളം വെച്ച് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പാർട്ടിക്കാരെയും ബഹളം ഉണ്ടാക്കി. എന്നിട്ടോ പോയിട്ട് ഞാനിപ്പം പാർട്ടി അങ്ങ് പ്രഖ്യാപിക്കും എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തമായി ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കാൻ അങ്ങ് തീരുമാനിച്ച് കരുതി കൂട്ടി ഉറപ്പിച്ചിറങ്ങിയതാണ്. എന്നിട്ട് വിചാരിച്ച് DMK ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ സംഘപരിവാരത്തിനെതിരെയും ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയും ശക്തനായ ഒരു മുന്നണി പോരാളിയായി മാറാമല്ലോ എന്നൊക്കെ കരുതി ചെന്ന് ചാടിക്കൊടുത്തു. അപ്പോഴാണ് ഇവരറിഞ്ഞത് ഇവിടെ നിന്ന് തെന്നിത്തെറിച്ച് വന്നതാണ്. അപ്പം അവിടെ ഇങ്ങനെ മുന്നണി ബന്ധമൊക്കെ അവസാനിപ്പിച്ച് ചീത്തയും വിളിച്ച് അവിടുത്തെ മുഖ്യമന്ത്രിയെയും ചീത്ത വിളിച്ച് നാട്ടിലുള്ള സകലമാന ആൾക്കാരെയും ചീത്ത വിളിച്ച് വന്നു കയറുന്നവർക്ക് പിടിച്ച് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഈ രാഷ്ട്രീയത്തിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ DMKക്ക് അത് പാരയാവും
എന്ന് അവർക്കും അങ്ങ് തോന്നി. അപ്പോൾ പറഞ്ഞു, അൻവർക്ക നിങ്ങളുടെ സംഭവങ്ങളൊക്കെ കൊള്ളാം, നിങ്ങൾ വലിയ സംഭവമൊക്കെ തന്നെ, നിങ്ങളുടെ അന്വേഷണമൊക്കെ കിടിലമാണ്, പക്ഷേ നിങ്ങളുടെ പേരിൽ കുറേ കേസ് കിടപ്പുണ്ടല്ലോ, 10 കേസോളം ഇനി വരാൻ കിടക്കുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പം പിന്നെ തന്നെയല്ല ഇങ്ങനൊരു മുന്നണിയൊക്കെ വിട്ട് അവരുമായിട്ട് ഉടക്കി ഇനിയിപ്പം നാളെ ഇത് തന്നെ ആയിരിക്കുമല്ലോ, DMK കയറി കഴിഞ്ഞാൽ നാളെ അവിടെ നിന്നുകൊണ്ട് DMKയിലെ MK സ്റ്റാലിൻ അവിടെ നിന്ന് ഇത്ര കൂടി മേടിച്ച് MK സ്റ്റാലിൻ സംഘപരിവാരുമായിട്ട് സന്ധി ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടുത്തെ ADGP നേരെ സംഘപരിവാറിൻ്റെ RSSൻ്റെ ഏതൊരു വലിയ നേതാവിനെ പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉണ്ടയില്ല പിടിപൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ PV അൻവർ പറഞ്ഞ കള്ളക്കടത്ത് സ്വർണ്ണം എവിടെയൊക്കെയാണ്, ആരുടെയൊക്കെ കയ്യിലാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കറിയാം. അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയായതുകൊണ്ട് DMK തൽക്കാലം എന്നാൽ പോയിട്ട് വാ നമുക്ക് കാണാം എന്ന് പറയുന്ന ഒരുമാതിരി കല്യാണത്തിന് പെണ്ണ് കാണാൻ പോയിട്ട് ഏറ്റവും അവസാനം വീട്ടിൽ ചെന്നിട്ട് പറയുന്നത് ഞങ്ങൾ വിളിച്ചോളാം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുള്ളവർക്കും പെണ്ണ് കാണാനൊക്കെ പോയിട്ടുള്ളവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ചുറ്റുപാടൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിൽ ഞങ്ങൾ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കേരളത്തിലോട്ട് വിട്ടോ, ഞങ്ങൾ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി എന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്നെല്ലാം പണി കിട്ടി തിരിച്ച് നേരെ കേരളത്തിലേക്ക് വന്നു. DMK എന്ന് അപ്പോഴത്തേക്ക് മാധ്യമപ്രവർത്തകരെല്ലാം പറഞ്ഞു വരുത്തി നമ്മുടെ PV അൻവർ DMKയിലേക്ക് പോകുന്നു. ഇതിനിടെ ചില ബിരുദന്മാർ പണിയൊപ്പിച്ചു. ഈ സ്റ്റാലിനുമായിട്ട് നിൽക്കുന്നതിൻ്റെ 1-2 ഫോട്ടോ പടം പിടിച്ച് നേരെ ഫേസ്ബുക്കിലൊക്കെ അങ്ങ് അപ്ലോഡ് ചെയ്തു. ഇതുകൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് DMK ചേർന്നു എന്നായി, ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ലല്ലോ എന്ന് കരുതി നേരെ DMK എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി അങ്ങ് ഉണ്ടാക്കി. ആ പാർട്ടിയാണ് ഈ എന്താ പറയുക ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന അങ്ങനെ ഒരു പാർട്ടി അങ്ങ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഈ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള വഴിയായിരിക്കും ബാക്കിയുള്ള മൂവ്മെൻറ്റുകൾ എല്ലാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ചില സമയത്ത് ഈ വലിയ കമ്പമൊക്കെ കൊണ്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കും തലയ്ക്കും ഒക്കെ വന്ന് ഠും, ഏറ്റവും ഒടുവിൽ എല്ലാം പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഇടയ്ക്ക് ഠും ഠും എന്ന് പറഞ്ഞ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും. അതായത് പൊട്ടി തീർന്നിട്ടും അവിടെ ഇവിടെയൊക്കെ പൊട്ടാതെ കിടക്കുന്ന ചില പടക്കങ്ങൾ കിടന്ന് പൊട്ടുന്നു. ഇതുപോലെ ആയിപ്പോയി ഈ PV അൻവറിൻ്റെ അവസ്ഥയും. കുറേ കൊണ്ട് കമ്പം എല്ലാം കൂടെ കൊണ്ട് വെച്ച് കത്തിച്ച് പൊട്ടിച്ച് കേരളത്തെ മുഴുവൻ നടുക്കി ഏറ്റവും ഒടുവിൽ ഇതാ കിടക്കുന്നത് അവിടെ ഇവിടെയും 3-4 പൊട്ടിത്തെറിക്കുന്നു. ഇതാണിപ്പോൾ PV അൻവറിൻ്റെ അവസ്ഥ. ഇത് അല്ലെങ്കിലും നമ്മൾ നേരത്തെ ഒരു മുന്നറിയിപ്പ് കൊടുത്തത്, എൻ്റെ പൊന്ന് PV അൻവറെ നിങ്ങൾ ചാടല്ലേ ചാടല്ലേ ചാടല്ലേ. ഏറ്റവും അവസാനം പ്രശ്നമല്ല, എന്നാൽ പിന്നെ ചാടിക്കോ എന്നായി. കാര്യം ചാടിയ പലരും ഇന്ന് എവിടെയൊക്കെ ഏതൊക്കെ അവസ്ഥയിലാണെന്നുള്ളവരെന്ന് നമുക്കറിയാം. നമ്മൾ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ CPM-നെ നോക്കുകയാണെങ്കിൽ MBR, നമ്മൾ ഇപ്പോഴത്തെ പാർട്ടിക്കാരെല്ലാം അങ്ങോട്ട് തലേ വെച്ച് നടക്കുന്ന ഒരു നേതാവാണ് MB രാഘവൻ. പോയിട്ട് കുലുങ്ങിയില്ല CPM. പിന്നെ KR ഗൗരിയമ്മ ഇപ്പോഴും നമുക്കറിയാം എന്തെല്ലാം വൃത്തികെട്ട മുദ്രാവാക്യമാണ് KR ഗൗരിയമ്മയ്ക്കെതിരെ ഇവിടെ വിളിച്ചതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ KR ഗൗരിയമ്മ പോലും പോയിട്ട് ഇവിടെ അനക്കമില്ലാത്ത ഒരു പാർട്ടിയാണ് ഈ CPM എന്നുള്ള കാര്യം PV അൻവർക്ക് ഓർത്തില്ല. അതാണ് പറ്റിയ അബദ്ധം. ഇവിടുന്ന് ഇപ്പം മുഖ്യമന്ത്രിയെ പിണക്കിയിട്ട് സ്റ്റാലിൻ എടുക്ക ചെന്ന സ്റ്റാലിൻ 2 കൈ നീട്ടി സ്വീകരിച്ച് കഴുത്തിലൊരു മാലയൊക്കെ ഇടിയിച്ച് പെട്ടെന്ന് തന്നെ DMKയുടെ സ്ഥാനാർത്ഥിത്വം അങ്ങ് കൊടുക്കും എന്ന് വിചാരിച്ചു. അതും ചീറ്റി. ഇനിയിപ്പോൾ ഇത്രയും ചീറ്റി നിൽക്കുന്ന PV അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ കിടന്ന് എത്രത്തോളം കടുക് ഇറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.